ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ് പുതിനയില, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം. അപ്പം ഇതെല്ലാം ഒരുപാട് നാൾ കേടുകൂടാതെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിനയില നമ്മൾക്ക് കിച്ചണിൽ തന്നെ വളർത്താം. കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കിച്ചണിൽ നിന്ന് തന്നെ പുതിനയില പറിച്ച് കറിക്കകത്തിടാം. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഒരുപാട് നാൾ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. ആദ്യമായിട്ട് എടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു കെട്ടുണ്ടായിരിക്കും. അത് അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ചീത്തയായിട്ടുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ കളയുക. അതിനുശേഷം 1/3 ഞാൻ ഇതിനകത്ത് നിന്നൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾക്ക് റൂട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റൂട്ട് കട്ട് ചെയ്യാതെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ് കാണിക്കുന്നതിനാണ്. ബാക്കിയെല്ലാം പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിൻ്റെ റൂട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയണം. റൂട്ടിനകത്ത് ഒരുപാട് മണ്ണൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് നല്ല റൂട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് മണ്ണിൽ കുഴിച്ചിടാം. അതായത് ഒരുപാട് നീളമുള്ള നല്ല റൂട്ടാണെങ്കിൽ അത് മണ്ണിനകത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് മല്ലിയില ഉണ്ടാകും. ഇപ്പം എനിക്കിവിടെ കിട്ടിയിട്ടുള്ള റൂട്ട് ഒരുപാട് നല്ല റൂട്ടല്ല. അതുകൊണ്ട് ഞാനിവിടെ റൂട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കുറച്ച് ഭാഗം മാത്രം റൂട്ട് കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത റൂട്ടിൻ്റെ മുകളിൽ നല്ല മല്ലിയില ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു വലിയ പാത്രത്തിനകത്ത് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതിലത്തെ വിഷാംശം പോകാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ റൂട്ട് കട്ട് ചെയ്ത മല്ലിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൂട്ടിൻ്റെ മുകളിൽ നിന്ന് നല്ല മല്ലിയില പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് മാത്രം ഇതിനകത്തൊന്ന് മുക്കി വെക്കുക. അതിനുശേഷം നല്ല വെള്ളത്തിൽ നമ്മൾക്ക് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. എന്നിട്ട് ഇത് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റൂട്ടോടെ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ വിനീഗർ ഒഴിച്ച വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുക. ഞാനിവിടെ ആദ്യത്തെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരുപാട് മണ്ണുള്ളത് കൊണ്ടാണ് അത് കളഞ്ഞ് വേറെ വെള്ളം എടുത്തത്. ഇനി ഒരുപാട് മണ്ണില്ലെങ്കിൽ നിങ്ങൾക്ക് അതേ വെള്ളം തന്നെ യൂസ് ചെയ്യാം. നമ്മളിത് 2 പ്രാവശ്യമായിട്ട് ഇടാൻ കാരണം രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ടുള്ള മല്ലിയിലും റൂട്ടില്ലാത്ത മല്ലിയിലും കൂടെ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതും 5 മിനിറ്റിന് ശേഷം ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ നല്ല വെള്ളത്തിൽ കുറച്ച് പ്രാവശ്യം കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്ന വെള്ളം നമ്മൾക്ക് വേണമെങ്കിൽ വേറെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. വിനീഗറുള്ള വെള്ളം കളയാണ് നല്ലത്. ഇനി ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇട്ടതിന് ശേഷം ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. നല്ല പോലെ ഇത് ഡ്രൈ ആയിട്ട് എടുക്കണം. നമ്മളിവിടെ കാണിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും എല്ലാം ഇതേ മെത്തേഡിൽ തന്നെയാണ് കഴുകിയെടുക്കേണ്ടത്. വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് മറ്റതൊന്നും കഴുകുന്ന മെത്തേഡ് ഞാനിവിടെ കാണിച്ചിട്ടില്ല. മല്ലിയില ചെയ്യുന്ന അതേപോലെ തന്നെ പുതിനയിലയും കറിവേപ്പിലയും ഡ്രൈ ആക്കി എടുക്കണം. ഫാനിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ചൂടുള്ളതിൻ്റെ മുകളിൽ വെച്ചിട്ടോ ഇത് ഡ്രൈ ആക്കാൻ ശ്രമിക്കരുത്. അപ്പം ഇലയെല്ലാം വാടിപ്പോവും. ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് റൂട്ടുള്ള മല്ലിയില മാറ്റിയെടുത്തിട്ടുണ്ട്. അത് മറ്റതിൻ്റെ പോലെ ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അത് ഇനി ഒരു ഗ്ലാസ്സിനകത്ത് തണുത്ത വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. നമ്മൾ വെള്ളം എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പൈപ്പിൽ നിന്ന് സാധാരണ വരുന്ന വെള്ളമാണ് എടുക്കേണ്ടത്. പ്യൂരിഫൈഡ് വാട്ടറോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇലയെല്ലാം വാടിപ്പോവും. ഇനി ഈ റൂട്ടോടെയുള്ള മല്ലിയില ഇതിനകത്തേക്ക് നേരെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ മെത്തേഡ്. ഇനി ഇത് നേരെ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെച്ച് കൊടുക്കുന്നത്. മറ്റേ സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോറിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമ്മൾക്ക് മല്ലിയില ആവശ്യമുള്ളപ്പോൾ ഈ കവർ മാറ്റിയതിന് ശേഷം മല്ലിയില പറിച്ചെടുത്ത് തിരിച്ച് അതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മല്ലിയില കേടാവാതെ ഒരുപാട് നാളിരിക്കും. ഇനി രണ്ടാമത് കാണിക്കുന്ന മെത്തേഡ്, നമ്മൾ നേരത്തെ കഴുകി ഡ്രൈ ആക്കി വെച്ച മല്ലിയിലേന്ന് പകുതി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കിച്ചൺ ടവലെടുത്ത് അതിനകത്തേക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് കിച്ചൺ ടവൽ വെച്ച് റോൾ ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം ഒരു കിച്ചൺ ടവൽ വെച്ച് റോൾ ചെയ്താലും മതി. ഈ ഒരു സിപ്പ് ലോക്ക് കവർ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കവറാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാ ഭാഗവും റോൾ ചെയ്ത മല്ലിയില ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. മല്ലിയില പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ കിച്ചൺ ടവലിനകത്തേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മല്ലിയില ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഇതിൽ തീരെ വെള്ളമയം പാടില്ല. നല്ല പോലെ നമ്മളിത് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് എയർ കളഞ്ഞിട്ട് വേണം സിപ്പ് ലോക്ക് അടയ്ക്കാനായിട്ട്. അപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മടക്കി കഴിഞ്ഞാൽ എയർ എല്ലാം ഇതിനകത്ത് പോയിക്കോളും. അതിനുശേഷം നല്ല പോലെ ഇത് ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. എയറും മോയ്സ്ചറും ഉണ്ടെങ്കിലാണ് മല്ലിയില പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവുക. അതുകൊണ്ടാണ് നമ്മളിത് നല്ല പോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് താഴെ ഫ്രിഡ്ജിൽ കൂളറിനകത്ത് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കരുത്. 1 മാസം വരെ ഇത് കേടാകാതിരിക്കും. നമ്മൾ എടുക്കുമ്പം തിരിച്ച് അതേപോലെ തന്നെ എയർ കളഞ്ഞിട്ട് വേണം ഇത് മടക്കി വെക്കാനായിട്ട്. പിന്നെ നമ്മളിത് എടുക്കുമ്പം കിച്ചൺ ടവൽ നനഞ്ഞ പോലെ തോന്നുവാണെങ്കിൽ അത് മാറ്റിയതിന് ശേഷം പുതിയ കിച്ചൺ ടവലിനകത്ത് റോൾ ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. ഇനി മൂന്നാമത്തെ മെത്തേഡ് കാണിക്കുന്നത്, നമ്മൾ നേരത്തെ പകുതി മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പകുതി മല്ലിയിലയെല്ലാം ചെറുതായിട്ട് നമ്മൾക്ക് അരിഞ്ഞെടുക്കാം. ഇതും നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ള മല്ലിയിലയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ബോട്ടിൽ എടുത്താലും മതി. ഞാനിവിടെ കുറച്ച് വലിയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ബോട്ടിൽ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലാസ് ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എടുത്ത ബോട്ടിലിൻ്റെ താഴെയും കിച്ചൺ ടവൽ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ മല്ലിയില എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. കൈവച്ച് ഒരുപാട് പ്രസ് ചെയ്തിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. നമ്മൾ സാധാരണ രീതിയിൽ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇട്ടാൽ മതി. ഇനി അതിൻ്റെ മുകളിലും കൂടെ ഒരു കിച്ചൺ ടവൽ മടക്കി വെക്കുന്നുണ്ട്. ഇത് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് ഫ്രീസറിനകത്താണ് വെക്കേണ്ടത്. മറ്റേ 2 മെത്തേഡിലും മല്ലിയില നമ്മൾ താഴെയാണ് വെച്ചത്. ഇനി ഇത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പം ഫ്രീസറിനകത്ത് നിന്ന് എടുത്തതിന് ശേഷം നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുത്ത് കറിക്കകത്ത് ഇട്ട് കൊടുത്ത് തിരിച്ച് അതേപോലെ തന്നെ വെക്കാം. തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതിപ്പം 2 ദിവസം ഫ്രീസറിൽ വെച്ച ബോട്ടിലാണ്. തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റും. തിരിച്ച് അതേപോലെ തന്നെ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നനവ് തോന്നുന്നുണ്ട് എങ്കിൽ ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് മല്ലിയില ഇട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് പുതിനയിലയാണ് കാണിക്കുന്നത്. മല്ലിയില ചെയ്ത അതേ മെത്തേഡിൽ തന്നെ കെട്ടെല്ലാം അഴിച്ചതിന് ശേഷം ചീത്തയായിട്ടുള്ളത് മാറ്റിക്കളയാം. ഇനി നമ്മൾക്ക് പുതിനയില കഴുകിയെടുക്കാം. മല്ലിയില കഴുകിയ അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും കഴുകിയെടുക്കുന്നത്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോവും. പുതിനയിലയും കഴുകിയതിന് ശേഷം നല്ല പോലെ ഒരു ടവലിനകത്ത് പരത്തിയിട്ട് വെള്ളം ഡ്രൈ ആക്കി എടുക്കുക. തീരെ വെള്ളമയം പാടില്ല. വെള്ളമെല്ലാം ഡ്രൈ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് 2 തരം തണ്ടുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഒന്ന് തീരെ ബലമില്ലാത്ത പച്ച കളറിലിരിക്കുന്ന ഇതേപോലത്തെ തണ്ടുകൾ. ഇത് നമ്മൾക്ക് ആവശ്യമില്ല. ഇതിനകത്ത് ഇലയെല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഈ തണ്ട് നമ്മൾക്ക് കളയാം. ഇനിയുള്ളത് കട്ടിയുള്ള തണ്ടുണ്ടായിരിക്കും. കുറച്ച് കട്ടിയുണ്ടായിരിക്കും. അതേസമയം അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ പിങ്ക് കളർ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ തണ്ടുകളാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. പുതിനയില സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളിവിടെ 4 മെത്തേഡാണ് കാണിക്കുന്നത്. ബലം കൂടിയ തണ്ടുകളുടെ ഇല 2 രീതിയിൽ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ഇല മുഴുവനായിട്ട് പറിച്ചെടുക്കുക. മുകളിലത്തെ ആ ചെറിയ കൂമ്പ് മാത്രം മാറ്റിവെക്കുക. ബാക്കി ഇലയെല്ലാം നമ്മൾക്ക് പറിച്ചെടുക്കാം. എന്നിട്ട് ഈ തണ്ട് മാത്രം ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത തണ്ട് കിട്ടുകയാണെങ്കിൽ, അതായത് പച്ച കളറിലെ അധികം ബലമില്ലാത്ത തണ്ടുകൾ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഇലയെല്ലാം എടുത്തതിന് ശേഷം കളയാം. അത് നമ്മൾക്ക് ആവശ്യമില്ല. നന്നായി മൂത്ത തണ്ടുകൾ കുറച്ചെണ്ണം ഞാനിവിടെ ഇതേപോലെ ഇലയെല്ലാം പറിച്ചതിന് ശേഷം കൂമ്പ് മാത്രം നിർത്തിയിട്ട് എടുക്കുന്നുണ്ട്. ആ ഏറ്റവും മുകളിൽ കാണുന്ന ചെറിയ ഇലകൾ നമ്മൾ എടുക്കുന്നില്ല. അത് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇതുപോലത്തെ തണ്ടുകൾ ഏകദേശം 1 പിടിയോളം മാറ്റിവെക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാ മൂത്ത തണ്ടുകളും നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പം എല്ലാം ഇതേപോലെ ചെയ്യേണ്ട. പകുതിയാണ് ഞാൻ ഇതേപോലെ എല്ലാ ഇലകളും എടുത്ത് മുകളിലത്തെ ആ തളിരില മാത്രമായിട്ട് വെക്കുന്നത്. ഇനി ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്സിൽ ഞാൻ ഇതേപോലെ വെള്ളം എടുത്തിട്ടുണ്ട്. നേരത്തെ മല്ലിയില വെക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളവും പ്യൂരിഫൈഡ് വാട്ടറും എടുക്കരുത്. പൈപ്പിൽ നിന്ന് സാധാരണ വരുന്ന വെള്ളം വേണം എടുക്കാനായിട്ട്. ഇനി ഈ ബലമില്ലാത്ത തണ്ടുകൾ ഞാൻ കളയാണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇനി എല്ലാ ഇലകളും പറിച്ചെടുത്ത ഈ മൂത്ത തണ്ടിൻ്റെ അടിഭാഗം നമ്മൾക്കൊന്നും കട്ട് ചെയ്ത് കൊടുക്കണം. ഈ തണ്ടുകളുടെയൊക്കെ മുകൾ വശം പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള 2 ഇല മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി ഇത് അടിഭാഗം ഒന്ന് സ്ലാൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചധികം നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ അടിഭാഗത്തെ ചീഞ്ഞ ഭാഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഇതിനകത്ത് റൂട്ട് വരിക. ഇനി നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കിച്ചൻ്റെ വിൻഡോയിൽ വെച്ചാൽ മതി. അപ്പം ഇടയ്ക്ക് സൺലൈറ്റ് കിട്ടും. അതേസമയം ഒരുപാട് ചൂട് കൂടി പോകത്തുമില്ല. അടുപ്പിൻ്റെ സൈഡിലോ അങ്ങനെയൊന്നും വെക്കരുത്. ഇതിനകത്ത് നിറയെ വേരുകൾ കാണുന്നത് ഞാൻ കുറച്ച് മുൻപ് വെച്ചിട്ടുള്ളതാണ്. ഏകദേശം 3 ആഴ്ചയായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി സമയമില്ലാത്തവർക്ക് ഇത് ഇടയ്ക്ക് മാറ്റിയാലും മതി. 3 ആഴ്ച മുമ്പ് തണ്ട് മാത്രമായിട്ട് വെച്ച ബോട്ടിലാണിത്. അതിലിപ്പോൾ നിറയെ ഇലകളും പുതിയ തണ്ടും വേരും എല്ലാം വന്നിട്ടുണ്ട്. കറികളിൽ ഇടാനായിട്ട് പുതിനയില ഫ്രഷ് ആയിട്ട് നേരെ ഇതിനകത്ത് നിന്ന് പറിച്ചിടാം. വിഷമടിക്കാത്ത നല്ല പുതിനയില നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. ഇനി കാണിക്കുന്നത് 2ാമത്തെ മെത്തേഡാണ്. അതിലും ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള തണ്ടുകളാണ്. അതിൻ്റെ താഴത്തെ ഇലകൾ മാത്രമാണ് പറിച്ചെടുക്കുന്നത്. ഈ താഴത്തെ ഇലകൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് താഴത്തെ ഇലകൾ മാത്രമായിട്ട് എടുക്കുന്നത്. ഈ ഇലകളെല്ലാം നമ്മൾ നേരത്തെ പറിച്ച തണ്ടിൽ നിന്നുള്ളതാണ്. ഇനി ഈ തണ്ടുകളും നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ താഴ്ഭാഗം സ്ലാൻഡിംഗ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇലയും പറിക്കേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇല പറിച്ച് കറിക്കകത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതും നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന വിൻഡോൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. 2 ദിവസം കഴിയുമ്പോൾ ഇതിനകത്തും നിറയെ റൂട്ടുകൾ വരുന്നത് കാണാം. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഫ്രഷ് പുതിനയില എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് പറിച്ചിടാം. പിന്നെ അത് മാത്രമല്ല നല്ലപോലെ വേര് വന്നതിന് ശേഷം നമ്മൾക്കിത് വേണമെന്നുണ്ടെങ്കിലും മണ്ണിൽ കുഴിച്ചിടാം. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇനി കാണിക്കുന്നത് 3ാമത്തെ മെത്തേഡാണ്. അത് നമ്മൾ മല്ലിയില പൊതിഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. നല്ലപോലെ കഴുകി വെള്ളമെല്ലാം ഒപ്പിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് പുതിനയില വെച്ച് കൊടുക്കാം. ഇതിനകത്തെ താഴ്ഭാഗത്തെ ഇലകളെല്ലാം അത്രയും ഫ്രഷ് ആയിരിക്കത്തില്ല. അതെല്ലാം സെപ്പറേറ്റ് ഞാൻ വേറൊരു പ്ലേറ്റിനകത്താണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മല്ലിയില പൊതിഞ്ഞ് അതേപോലെ തന്നെ പൊതിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കൂടുതലായിട്ട് കാണുന്ന തണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സിപ്ലോ കവറിനകത്തേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം
നേരത്തെ നമ്മൾ മല്ലിയില സീൽ ചെയ്ത് അതേപോലെ തന്നെ ഇത് സീൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഫ്രിഡ്ജിന്റെ താഴെ വെക്കാം. ഫ്രീസറിൽ ഇത് ഒരിക്കലും വെക്കരുത്. 1 മാസം വരെ ഇത് കേടാകാതിരിക്കും. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വേറെ കിച്ചൺ ടവൽ വെച്ച് കൊടുക്കാം. അടുത്ത മെത്തേഡിൽ നമ്മൾ പറിച്ചെടുത്ത ലീഫ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. 2 പ്ലേറ്റിലായിട്ടാണ് ഞാൻ ഇലകൾ എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് കാണുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ്. മറ്റേത് നമ്മൾ നേരത്തെ ഓരോ തണ്ടിൻ്റെയും അടിഭാഗത്ത് നിന്ന് എടുത്ത ഇലകളാണ്. അതാണ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുള്ളത്. അത് ആദ്യം എടുത്ത് തീർക്കാനുള്ളതാണ്. ഇനി ഒരു പ്ലാസ്റ്റിക് ബോക്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറോ എടുക്കാം. അതിനകത്തേക്ക് ഒരു കിച്ചൺ ടവലൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ഇലകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 സെപ്പറേറ്റ് ബോക്സിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ഒരു ബോക്സിലും മറ്റേത് വേറെ ചെറിയ ബോക്സിലുമാണ് വെക്കുന്നത്. ഒരുപാട് കുത്തി നിറച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊള്ളുന്നില്ലെങ്കിൽ വേറെ ബോക്സ് എടുക്കാം. ഇനി അതിൻ്റെ മുകളിലും കൂടെ ഒരു കിച്ചൺ ടവൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇതും ഫ്രിഡ്ജിൻ്റെ താഴെ കൂളറിൽ തന്നെ വെച്ചാൽ മതി. ഇതും 1 മാസം വരെ കേടാകാതിരിക്കും. ഇനി നമ്മൾ താഴെ നിന്ന് പറിച്ച കുറച്ച് പുതിനയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇതേ മെത്തേഡിൽ തന്നെ ചെറിയൊരു ബോക്സിനകത്താക്കി വെക്കുന്നുണ്ട്. അത് ആദ്യം എടുത്ത് തീർക്കുകയാണ് നല്ലത്. കാരണം അത് അത്രയും ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ആയിരിക്കത്തില്ല. ഇനിയുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമ്മൾ കുറച്ച് വെള്ളവും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. നേരത്തെ കഴുകി അതേ മെത്തേഡിൽ തന്നെ അതിനുശേഷം ഡ്രൈ ആക്കി എടുക്കുക. കറിവേപ്പില നമ്മൾ ഇതുപോലത്തെ തണ്ട് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം മാത്രമായിട്ട് ഒടിച്ചു കൊടുക്കുക. അതായത് ഏറ്റവും മുകളിൽ നിന്നാണ് അതിൻ്റെ പുതിയ ഇലകൾ വരിക. ആ ഭാഗം മാത്രമായിട്ട് നമ്മൾക്കൊന്ന് ഒടിച്ചു കൊടുത്തിട്ട് അത് മാത്രം വെള്ളത്തിലിട്ട് വെക്കാം. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് താഴെ വെള്ളത്തിൽ മുട്ടുന്ന ഭാഗത്ത് വരുന്ന ആ തണ്ടുകൾ നമ്മൾ ഒടിച്ച് മാറ്റുന്നുണ്ട്. കാരണം അത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം മാറി അത് ചീഞ്ഞ പോലെ ആവാൻ തുടങ്ങും. ഇങ്ങനെ തളിരില വരുന്ന ആ ഭാഗം എല്ലാം ഇതേപോലെ ചെയ്യാം. ഇത് ഒരാഴ്ച വരെ പുറത്ത് കേടാകാതിരിക്കും. ഇനി എടുക്കുന്നത് നമ്മൾ ഒടിച്ചു മാറ്റിയ ആ തണ്ടുകളാണ്. അതിൻ്റെ താഴത്തെ ഇലകൾ ഞാൻ മാറ്റുന്നുണ്ട്. ഈ തണ്ടുകളും നമ്മൾക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇത് 3-4 ദിവസം വരെ കേടാകാതിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളത്തിലിടുമ്പോൾ ആ ഭാഗത്തെ ഇലകൾ ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടും നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെച്ചാൽ മതി. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ മതി. ആദ്യം നമ്മൾ ഈ ഗ്ലാസ്സിലത്തെ കറിവേപ്പില വേണം എടുത്ത് തീർക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, വെള്ളത്തിൽ മുട്ടുന്ന ഭാഗത്തൊന്നും ഇലകളില്ല. അതെല്ലാം നമ്മൾ പറിച്ചു മാറ്റിയിട്ടുണ്ട്. 3ാമത്തെ മെത്തേഡ് നമ്മൾ മല്ലിയിലയും പുതിനയിലയും എല്ലാം പൊതിഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. നല്ലപോലെ ഡ്രൈ ആക്കി എടുത്ത കറിവേപ്പില കിച്ചൺ ടവലിനകത്തേക്ക് പൊതിയുന്നുണ്ട്. അതിനുശേഷം സിപ്പ് ലോക്ക് ബാഗിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് എയർ കളഞ്ഞ് നന്നായി ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് എടുക്കാം. തിരിച്ചും അതേപോലെ തന്നെ വെക്കുക. ഇത് ഫ്രിഡ്ജിൻ്റെ താഴെ കൂളറിൽ വെച്ചാൽ മതി. ഇത് 6 മാസം വരെ കേടാകാതിരിക്കും. ഇനിയുള്ളത് 4ാമത്തെ മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ എല്ലാ ഇലകളും ഉരിച്ചെടുക്കുക. അതിനുശേഷം പുതിനയില ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇതൊരു ബോക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ടിഷ്യൂ വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടെ ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ബോക്സ് അടയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ കേടാകാതിരിക്കും. അടുത്തതായിട്ട് ലാസ്റ്റ് മെത്തേഡ്, കറിവേപ്പിലെല്ലാം നമ്മൾ അടർത്തിയെടുത്തതിന് ശേഷം ഒരു സിപ്പ് ലോക്ക് ബാഗിനകത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഇപ്പം ഒരു ചെറിയ സിപ്പ് ലോക്ക് ബാഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ വലിയ സിപ്പ് ലോക്ക് ബാഗ് എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് മാത്രം തുറന്ന് അതിനകത്തേക്ക് ഒരു സ്ട്രോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് എയർ നമ്മളൊന്ന് സക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാനായിട്ട്. നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ അറിയുന്നുണ്ടായിരിക്കും ഇതിനകത്ത് എയർ എല്ലാം പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ കേടാകാതിരിക്കും. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇതിനകത്ത് എയർ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ 5 മെത്തേഡ് കാണിച്ചു കറിവേപ്പില സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഞാനിപ്പം ഇവിടെ ആദ്യം കാണിക്കുന്നത് 3-4 ദിവസം വരെ കേടാകാതിരിക്കും. പിന്നത്തേത് ഒരാഴ്ച വരെ കേടാകാതിരിക്കും. അടുത്തത് 1 മാസം വരെ നമുക്ക് സൂക്ഷിക്കാം. പിന്നത്തെ നമ്മൾ കവറിനകത്ത് ഇട്ട് വെച്ചത് 6 മാസം വരെ സൂക്ഷിക്കാം. ഏറ്റവും ലാസ്റ്റ് ഫ്രീസറിനകത്ത് വെക്കുന്നത് 1 വർഷം വരെ ഇരുന്നാലും കേടാവത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ മല്ലിയിലും പുതിനയിലും കറിവേപ്പിലേക്ക് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്